ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബേസ് ടൂണിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്താ പഠിക്കാൻ പോണത്? ഡ്രംസിനെ പറ്റിയാണ്. അപ്പോൾ ഒരു ക്ലാസ് പുതിയതായിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ബേസിക്കാണ് ആദ്യം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ വലിയ ടെക്നിക്കൽ പരമായിട്ടൊന്നും പറഞ്ഞു തരാൻ ആഗ്രഹം. നമ്മൾ സിമ്പിളായിട്ട് പഠിക്കുക, എന്നാൽ തന്നെ ക്രാഷ് മെത്തേഡിൽ പഠിക്കാനൊക്കെ പറ്റും, പെട്ടെന്ന് പഠിച്ചെടുക്കാനൊക്കെ പറ്റും. അതിൻ്റെ ബേസിക് അറിയാതെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചാടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാനേ പറ്റുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കഴിവുകളനുസരിച്ച് അതിനെ ഇമ്പ്രൂവൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബേസിക് അറിഞ്ഞിരിക്കണം. ബേസിക് അറിഞ്ഞിരുന്നാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബേസിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂടെ കൂടിക്കൊള്ളുക. നമുക്ക് എന്നാൽ പിന്നെ പഠിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു ബേസിക് ഡ്രം കിറ്റാണ്. ഒരു 5 പീസ് ഡ്രമ്മും പിന്നെ സിമ്പിൾസും വന്നതാണ് ഒരു ഡ്രം കിറ്റ്, ഒരു ഫുൾ ഡ്രം കിറ്റ് എന്ന് പറയുക. നമുക്ക് ഈ ഡ്രം ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം അല്ലേ. അപ്പോൾ ആദ്യം കാണുന്നത് ഈ ഡ്രമ്മാണ്, സ്നെയർ ഡ്രം. ഓക്കെ, അതിൻ്റെ മുകളിൽ കാണുന്നത് ഫസ്റ്റ് ടോം, പിന്നെ വന്നിട്ട് സെക്കൻഡ് ടോം, പിന്നെ ഫ്ലോർ ഡ്രം, പിന്നെ താഴെ നമ്മൾ കാലുകൊണ്ട് യൂസ് ചെയ്യണതാണ് ബേസ് ഡ്രം. ഇത്രയാണ് ഈ 5 പീസ് ഡ്രമ്മാണ് കോമൺ ഒരു ഡ്രംസിൽ വന്നത്. ഓക്കെ, പിന്നെ സിമ്പിൾസ് ഒക്കെ. പിന്നെ വന്നിട്ട് ഒരു ബേസിക് ഡ്രംസിൻ്റെ നോട്ട്സ് നമ്മൾ എഴുതണത് 5 ലൈൻസ് ഉണ്ടാവും. നോട്ട്സ് എഴുതാൻ വേണ്ടി 5 ലൈൻസ് ഉണ്ടാവും. അതിനകത്ത് 4 സ്പേസ് ഉണ്ടാവും. അപ്പോൾ ഈ നോട്ട്സ് ഒക്കെ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ ഈ ലൈൻ 5 ലൈനും 5 ലൈൻ്റെ അകത്ത് തന്നെ 4 സ്പേസിൻ്റെ അകത്ത് വെച്ചാണ് നമ്മൾ നോട്ട്സൊക്കെ എഴുതണം. ഓക്കെ, അതിനകത്ത് ഏറ്റവും താഴ്ത്തുനിന്ന് നമ്മൾ തുടങ്ങാം. ഏറ്റവും താഴ്ത്തുനിന്ന് തുടങ്ങുമ്പോൾ ഏറ്റവും താഴെ ഇരിക്കുന്ന ഡ്രം തന്നെയാണ്. ഏറ്റവും താഴ്ത്തത് സ്പേസിൽ വന്ന് ബേസ് ഡ്രമ്മിൻ്റെ സൈനാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വന്ന് ഫ്ലോർ ഡ്രമ്മാണ്. അത് കഴിഞ്ഞിട്ട് വന്നതാണ് സ്നെയർ ഡ്രം. ദെൻ വന്നത് സെക്കൻഡ് ടോമാണ്. സെക്കൻഡ് ടോം അതായത് സ്പേസിൻ്റെ നടുക്കുള്ള ലൈനിൽ വരും. പിന്നെ അതിൻ്റെ മേളിലുള്ള സ്പേസിലാണ് ഫസ്റ്റ് ടോം വന്നത്. പിന്നെ അതിൻ്റെ ഈ വരകളുടെ എല്ലാത്തിൻ്റെ മേളിലാണ് നമ്മൾ സിമ്പിൾസ് എല്ലാം എഴുതണത്. ഈ ഒരു രീതിയിലാണ് ഡ്രംസിൻ്റെ നോട്ട് ബേസിക്കായിട്ട് എഴുതണത്. നമുക്ക് ബേസിക്കായിട്ട് ഡ്രംസിൽ ഒരു 5 വിഭാഗങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ സെമി ബ്രേവ്, രണ്ടാമത്തെ മിനിം, മൂന്നാമത്തെ ക്രോച്ചെറ്റ്, അത് കഴിഞ്ഞിട്ട് ക്യൂർ, പിന്നെ സെമി ക്യൂർ. ഓക്കെ, നിങ്ങൾ ഈ പേരൊന്നും കേട്ടിട്ട് പേടിക്കേണ്ട കേട്ടോ. അത് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. നമ്മൾ ഒരു വാല്യൂ എടുക്കുകയാണ്. ഒരു വാല്യൂ എടുത്തിട്ട് അതിനെ ഭാഗിച്ച് 2ആയിട്ട് ഭാഗിച്ച് വീണ്ടും അതിനെ ഭാഗിച്ച് അങ്ങനെ നമ്മളതിനെ തിരിച്ചെടുക്കാം. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് സെമി ബ്രേവ് ആണ്. സെമി ബ്രേവ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ വാല്യൂ ആണ് വന്നത്. ഫുൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കൗണ്ടാണ്. 4 കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 and 2 and 3 and 4 and അങ്ങനെ 4 കൗണ്ടാണ് ഒരു കോമൺ നോട്ടിൽ വന്നത്. അപ്പം ആ നോട്ടിൻ്റെ ആ ഒരു കൗണ്ടിൻ്റെ ഫുൾ വാല്യൂ വന്ന ഒരു നോട്ട്, അതായത് ഒരു ഫുൾ ഈ 4 കൗണ്ടിൻ്റെ ഫുൾ വാല്യൂ ആണ് സെമി ബ്രേവ് എന്ന് പറഞ്ഞാൽ ആ ഒരു നോട്ടിലുള്ളത്. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ പിന്നെ നെക്സ്റ്റ് വന്നാണ് മിനിം എന്ന് പറഞ്ഞാൽ. മിനിം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂവിനെ വീണ്ടും 2ആയിട്ട് ഭാഗിച്ചു. ഞാൻ പറഞ്ഞില്ലേ 4 കൗണ്ട് ഉണ്ട്. 4 കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ 2ആയിട്ട് മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ വരും? 4 കൗണ്ട് ഇതിങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്തു. ഓക്കെ, കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വാല്യൂ, ഇതൊരു വാല്യൂ. അപ്പോൾ 2 വാല്യൂ വന്നു. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് റീഡ് ചെയ്യാം? ഇപ്പം 1 and 2 and 3 and 4 and. അപ്പം ഇതിനകത്ത് വന്ന വാല്യൂ വന്നത് ഈ 1ലും 3യിലാണ് വാല്യൂ വന്നത്. ഓക്കെ, മനസ്സിലാവുണ്ടോ? ഞാനിപ്പോൾ അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാന്നുള്ളൂ. ഈ മിനിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 4 കൗണ്ടിനെ 2ആയിട്ട് ഭാഗിച്ചു. ഓക്കെ, 2ആയിട്ട് ഭാഗിച്ചപ്പോൾ 1 and 2 and 3 and 4 and. അപ്പം ഇങ്ങനെ 2ആയിട്ട് ഭാഗിച്ചപ്പോൾ ഇതിനകത്ത് വന്നത് ഈ 1ലും 3യിലുമാണ് നോട്ട്സ് വന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്ന നോട്ടാണ് ക്രോച്ചെറ്റ് എന്ന് പറഞ്ഞത്. ക്രോച്ചെറ്റ് വരുമ്പോൾ മിനിമിനെ വീണ്ടും നമ്മൾ ഭാഗിക്കുകയാണ്. 4ആയിട്ട് ഭാഗിച്ചു. ഇപ്പോൾ 2നെ വീണ്ടും നമ്മൾ 4ആക്കി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ്? ഇതിപ്പോൾ 4 കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ മിനിമം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 2ആക്കി, അതുപോലെ 2ആക്കിയില്ലേ? ഓക്കെ, ഇപ്പോൾ ഇതൊരു വാല്യൂ, ഇതൊരു വാല്യൂ. നമ്മൾ ഈ വാല്യൂവിനെ വീണ്ടും ഭാഗിക്കുകയാണ്. വീണ്ടും ഭാഗിച്ചു, ഇവിടുത്തെ വാല്യൂവിനെ വീണ്ടും ഭാഗിച്ചു. അപ്പോൾ മൊത്തം 4 നോട്ട്സ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? അതാണ്
നെക്സ്റ്റ് വന്നത് ക്രോച്ചറ്റ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും 1 and 2 and 3 and 4 and ഓക്കെ, ഇങ്ങനെ 4 നോട്ട്സ് ആണ് നമുക്ക് എവിടെ വന്നത് ക്രോച്ചറ്റിൽ വന്നത്. ദെൻ വന്നിട്ട് ക്യൂർ എന്ന് പറഞ്ഞ നോട്ടാണ്, സിമ്പിളാണ്. ഈ 4 നമ്മൾ വീണ്ടും ഭാഗിക്കുകയാണ്, 8 ആയില്ലേ. അപ്പോൾ 8 നോട്ട് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം? അപ്പോൾ ഈ 1 നമ്മൾ വീണ്ടും ഭാഗിച്ചു, 8 ആയി. അപ്പോൾ 8 നോട്ട് വന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ വായിക്കാം? അപ്പോൾ അത് 1 and 2 and 3 and 4 and അപ്പോൾ ഇങ്ങനെ 8 നോട്ട്സ് നമുക്ക് അവിടെ വന്നു അല്ലേ. അങ്ങനെയാണ് ഈ നോട്ട്സ്, ഈ ക്യൂർ എന്ന് പറഞ്ഞ നോട്ട്. ദെൻ വന്നിട്ട് സെമി ക്യൂർ. അപ്പോൾ ഈ 8നെ വീണ്ടും നമ്മൾ വീണ്ടും ഭാഗിച്ചു. അപ്പോൾ 16 നമ്പർ, അതായത് 16 വാല്യൂ നമുക്ക് ആ സെമി ക്യൂർ എന്ന് പറഞ്ഞ നോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്ര കണക്കൊക്കെ പറഞ്ഞിട്ട് മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല സംഭവം എങ്ങനെയാണ്. അപ്പോൾ ഞാൻ സിമ്പിൾ പേടിക്കണ്ട, നമുക്ക് സിമ്പിളായിട്ട് നോക്കാമെന്നുള്ളൂ. നമുക്ക് സ്റ്റിക്ക് ഹോൾഡ് ചെയ്യണതിന് ഒരു ഇതുണ്ട്. അപ്പോൾ ഇത് നോക്കിയോളൂ. നമ്മൾ കയ്യിൽ സ്റ്റിക്ക് ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഈ നമ്മുടെ തമ്പ് ഇങ്ങനെ വെക്കണം. അപ്പോൾ ഇത്ര സ്പേസ് വിടുക. എന്നിട്ട് ഇതിങ്ങനെയാണ് ഹോൾഡ് ചെയ്യണേ. നമ്മുടെ ഇവിടെയാണ് വർക്ക് ചെയ്യണത്. ഓക്കെ, ഡ്രം വായിക്കുമ്പോൾ ഇതിങ്ങനെയാണ് സ്റ്റിക്കിൻ്റെ ഫ്ലോ വരുന്നത്. ഇതാ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് ഏത്? സെമി ബ്രേവ്. സെമി ബ്രേവ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫുൾ വാല്യൂ ഉള്ള നോട്ടാണ്. 4 കൗണ്ടാണ് വന്നത്, ഫുൾ വാല്യൂ ആണ്. 4 കൗണ്ടിൽ ഫുൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഫുൾ വാല്യൂ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ നമ്മളത് റീഡ് ചെയ്യണത് 1 and 2 and 3 and 4 and ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്ക് ആ ഒരു നോട്ടുള്ളൂ, അവിടെ ഒരു ബീറ്റ് ഉള്ളൂ, അതിന് ഫുൾ വാല്യൂ ആണുള്ളത്. ആ ഒരു ബീറ്റിന് നമ്മൾ സെമി ബ്രേവ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് തന്നെയാണ് മിനിമം. മിനിമം എങ്ങനെയാണ്? നമ്മൾ ആ 4നെ വീണ്ടും 2ആയിട്ട് ഭാഗിച്ചില്ലേ. 2ആയിട്ട് ഭാഗിച്ചപ്പോൾ അവിടെ 2 വാല്യൂ ഉള്ള നോട്ടുകളുണ്ട്. അപ്പോൾ അതായത് എങ്ങനെ വായിക്കും? 1 and 2 and 3 and 4 and അപ്പോൾ നമ്മൾ ആ സെമി ബ്രേവിനെ 2ആയിട്ട് കഷ്ണാക്കിയപ്പോൾ നമുക്ക് 2 നോട്ട് അവിടെ വന്നു. അത് റീഡ് ചെയ്യണതാണ് 1 and 2 and 3 and 4 and ഓക്കെ. നമുക്ക് മിനിമം കഴിഞ്ഞിട്ട് വന്ന അടുത്ത നോട്ടാണ് ക്രോച്ചറ്റ്. അപ്പോൾ നമുക്ക് നമ്മൾ ഈ 2 എണ്ണത്തിനെ വീണ്ടും ഭാഗിക്കുകയാണ്. അപ്പോൾ ഒരു വാല്യൂവിനെ നമ്മൾ 2ആക്കി, ആ 2നെ വീണ്ടും നമ്മൾ 4ആക്കി കഴിഞ്ഞപ്പോൾ അതെങ്ങനെ റീഡ് ചെയ്യും? 1 and 2 and 3 and 4 and 4 ഭാഗമാക്കിയപ്പോൾ 4 ഫുൾ വാല്യൂ ഉള്ള നോട്ട്സ് അവിടെ വന്നു. 4 കൗണ്ടിൽ 4 ഫുൾ വാല്യൂ ഉള്ള നോട്ട്സ് അവിടെ വന്നു. എങ്ങനെ വന്നു? 1 and 2 and 3 and 4 and അത് അങ്ങനെ 4 നോട്ട്സ് നമുക്ക് അവിടെ കിട്ടി. നെക്സ്റ്റ് വന്നിട്ട് ക്യൂർ എന്ന് പറഞ്ഞ നോട്ടാണ്. അപ്പോൾ നമ്മൾ ഈ 4നെ വീണ്ടും നമ്മൾ 8ആക്കുമ്പോൾ എങ്ങനെ വരും? 1 and 2 and 3 and 4 and ഓക്കെ, അങ്ങനെ മൊത്തം 8 എണ്ണം വന്നു. 1 2 3 4 5 6 7 8 അങ്ങനെ 8 വാല്യൂ ഉള്ള നോട്ട്സ് വന്നു അല്ലേ. നമ്മൾ ഇനി വന്നത് സെമി ക്യൂർ എന്ന് പറഞ്ഞ നോട്ട്സാണ്. ആ നോട്ടിൽ വരുന്നത് നമ്മൾ ഈ 8നെ വീണ്ടും ഭാഗിച്ചു, 16 നമ്പർ നമുക്ക് വന്നു. 16 നമ്പർ വരുമ്പോൾ 1 E and അപ്പോൾ 16 ഈ 4 കൗണ്ടിൽ 16 നോട്ട്സ് വരണം. അതാണ് സെമി ക്യൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വരണം? 1 E and 2 E and 3 E and 4 E and അപ്പോൾ നമ്മൾ ക്യൂറിൽ വന്നപ്പോൾ ഈ 4 കൗണ്ടിൽ എത്ര നോട്ട്സ് വന്നു? 8 നോട്ട്സ് വന്നു. അപ്പോൾ ഈ കൗണ്ടിൽ 4 കൗണ്ടിൽ 8 നോട്ട്സ് ആണ് നമുക്ക് അവിടെ കിട്ടിയത്. 1 and 2 and 3 and 4 and അങ്ങനെ 8 നോട്ട്. പിന്നെ വന്നപ്പോൾ ബാക്കോട്ട് വരുമ്പോൾ പിന്നെ ക്രോച്ചറ്റിൽ വരുമ്പോൾ 4 കൗണ്ടിൽ 4 നോട്ടാണ്. 1 and 2 and 3 and 4 and പിന്നെ വന്നിട്ട് മിനിമിൽ വരുമ്പോൾ 2 വാല്യൂ ഉള്ള നോട്ടാണ്. 1 and 2 and 3 and 4 and പിന്നെ വന്നിട്ട് സെമി ബ്രേവ് എന്ന് പറഞ്ഞ നോട്ട്, ഒരു ഫുൾ വാല്യൂ ഉള്ള ഒരു നോട്ട്. 1 and 2 and 3 and 4 and ഞാൻ എത്ര നേരം നിങ്ങളോട് പറഞ്ഞത് ഡ്രംസിൽ ബേസിക് വന്ന നോട്ടുകൾ, ആ 5 നോട്ടുകളെ പറ്റിയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനിക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ ഞാൻ നമ്പർ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും കൂടുതൽ നോട്ട്സ് ഒക്കെ ചെയ്ത് ഡ്രമ്മിലേക്ക് പതിയെ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ ചെയ്യണത്. അപ്പോൾ ഞാൻ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ബൈ ബൈ.